ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത 1-2 വീഡിയോക്ക് താഴെയായിട്ട് ഞാൻ കണ്ട കുറച്ച് കമൻസ് ഉണ്ട്. അതായത് കന്നുകൾക്ക് കഴുത്തിലിട്ട് കൊടുക്കണം, ആ ചെയിൻ എവിടുന്നാ കിട്ടുക, ആ വട്ട് എവിടുന്നാ കിട്ടുക ഒക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് കണ്ടിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മളെ വീട്ടിലുള്ള മൂരിയാണ് കേട്ടോ. ഈ മൂരിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉപ്പാൻ്റെ കന്നുകൾ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മളെ ചാനലിൽ. അതിൽ പോയി നോക്കിയാൽ കന്നുകളെ വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ പല കണ്ടൻറ്റും ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അല്ലാതെ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടേക്കാരം എടുക്കാൻ. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഇന്ന് വെയിലൊക്കെ ഉണ്ടായതുകൊണ്ടേ മൂരിനെ കഴുകിയിട്ട് ഇവിടെ പുറത്ത് കെട്ടിയേക്കാണ്. ഇൻഷാ അല്ലാ നാളെ പൂട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം കൊണ്ടുപോകണതിൻ്റെ മുന്നേ തന്നെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു വട്ട് എന്ന് പറയുന്നത്. ഇത് ഇട്ട് കൊടുക്കുന്നത് കാളൻ്റെ ആ മൂക്ക് തുളച്ചിട്ട് അതിൽ കൂടെയാണ്. അപ്പോൾ അതെങ്ങനെ ഇട്ട് കൊടുക്കണമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ ഒരു വളൻ്റെക്കാളൊക്കെ വട്ടുണ്ട്. അതായത് അത്യാവശ്യം തടിയൊക്കെ ഉള്ളൊരു ആൾക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു റൗണ്ടാണ് ഇതിനുള്ളത്. അതിൻ്റെ ഒരു സൈഡിൽ 2 ആണിയുണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 ആണിയുണ്ട്. നമ്മൾ വളയൊക്കെ വാങ്ങുമ്പോൾ ഒരു ഡിസൈൻ ഇങ്ങനത്തെ വളയൊക്കെ കാണലുണ്ട്, ആണി ഊരുന്ന വള. അതേപോലെ തന്നെയാണ് ഈ സാധനം. കണ്ടോ, ഇങ്ങനെ ആണ് വരുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കട്ടിയുണ്ട്, ആ സൈഡിൽ ആണി കൊടുത്തിട്ടുണ്ട്. ആ ആണി ഊരിയിട്ടാണ് പിന്നെ ഈ കാളൻ്റെയൊക്കെ മൂക്കിൽ, അത് കാളൻ്റെയും മൂരിൻ്റെയൊക്കെ മൂക്കിൽ അത് ഇട്ട് കൊടുക്കുക പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഒരു ഓടണേനൊക്കെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഒരാണി നല്ല ടൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഉപയോഗിക്കാത്തതായതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഉപ്പ അത് ഊരി തരാൻ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഉപ്പ പറഞ്ഞു ഇത് ഊരാൻ കിട്ടും, ഈ എവിടെയെങ്കിലും ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് നോക്ക്, അപ്പോൾ കിട്ടും. അങ്ങനെ 2 ഊരിയിട്ട് തുറക്കാൻ പറ്റും പറഞ്ഞു. അപ്പോൾ എനിക്കത് ക്യാമറയും പിന്നെ അതായത് വീഡിയോ എടുക്കലും പിന്നെ അത് ഊരലും പാടെ പറ്റണില്ല. അപ്പോൾ അനിയത്തിനെ വിളിച്ചിട്ട് ഓൾ ഊരി തരാമെന്ന് പറഞ്ഞു. സംഭവം നല്ല ടൈറ്റ് ഉണ്ട്, ഓൾക്കും കിട്ടണില്ല. പിന്നെ ഇത് ഒരു ചെമ്പ് മെറ്റീരിയലാണെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഏതാ മെറ്റീരിയൽ എന്ന്. എന്തായാലും ഇരുമ്പല്ല, എനിക്ക് തോന്നുന്നത് ചെമ്പ് തന്നെയാണ്. ഇങ്ങനെ 2 ആണിയും ഊരിയിട്ട് അതിങ്ങനെ വലിക്കുമ്പോൾ ആ ഒരു കട്ടിയുള്ള ഭാഗത്തു നിന്ന് അത് ഊരിപ്പോരും. അതായത് ഫുള്ളായിട്ടല്ല, അതിങ്ങനെ ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലാവ് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ആ പച്ച കളർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇത് ചെമ്പാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിച്ചള, അങ്ങനത്തെ പിച്ചള ആവാനും സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ തിരുവാലിയിൽ നിന്നാണ് ഉപ്പ വാങ്ങിയത് പറഞ്ഞു. എവിടുന്നാണ് കിട്ടുകയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ തിരുവാലിയിൽ പെരുങ്കൊല്ലൻ ഉണ്ടാക്കുന്നാണ് പറഞ്ഞത്. ഈ കത്തിയൊക്കെ മൂർച്ചം കൂട്ടണേ അവിടെ ഉണ്ടാക്കുന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഉപ്പാനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ. എല്ലാവർക്കും ചിലപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ല്ലോ, അറിയാനും കാണാനും വേണ്ടി കൂടെ ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പോവാത്ത. ഉപ്പ നാളെ പൂട്ടാൻ കൊണ്ടുപോകണതിൻ്റെ ചെറിയ പണി കൂടിയും തിരക്ക് കൂടിയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കഴുത്തിലിടുന്ന മാല, അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കഴുത്തിലുള്ള മാല പോയി പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ എനിക്ക് പേടിയാണ്, ഒറ്റക്കായതുകൊണ്ടേ. ഈ മൂരി എന്താ കാട്ടുക അറിയില്ലല്ലോ, കുറച്ചല്ല നല്ല സൈസ് ഉള്ളതാണ്. അതുകൊണ്ട് മാലിൻ്റെ വീഡിയോ നമുക്ക് ഇൻഷാ അല്ലാ പിന്നെ ചെയ്യാം. ആ റിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമോ ചോദിച്ച ആൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ടൈപ്പിലുള്ള ഒരു വീഡിയോ ആയോ എന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമുക്ക് ഒഴിവ് പോലെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.